ലേബി ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അത് ഒരു TT സ്ക്വാഡിനെ ആ യാത്രക്കാരൻ മർദ്ദിച്ച വാർത്തയാണ്. നേരത്തെ ഒരു TTയെ മർദ്ദിച്ച വാർത്ത നമ്മൾ വലിയ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിലൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊപ്പം ലേബിയുണ്ട്, ലേബിക്കൊപ്പം യാത്രക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലേബി, യാത്ര സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ യാത്രക്കാരുടെ ഇടയിലുണ്ട്. RPF അല്ലെങ്കിൽ കേരള പോലീസ്, റെയിൽവേയിലുള്ള കേരള പോലീസും ഒക്കെ ചേർന്ന് ആ തോന്നൽ മാറ്റുകയാണ് വേണ്ടത്. ഇന്നലെ ഈ TTക്ക് സംഭവിച്ചതും അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിബി, യാത്ര സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ യാത്രക്കാരുടെ ഇടയിൽ ശക്തമാവുകയല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺ, യാത്ര സുരക്ഷിതമല്ല എന്നുള്ളൊരു ആശങ്ക യാത്രക്കാർക്കുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു മടിയുമില്ലാതെ ട്രെയിനിലേക്ക് കയറുന്നവരുണ്ട്. ഇവർക്കുള്ള സാധാരണ യാത്രക്കാരുള്ള സുരക്ഷ ഒരിടത്തും ഉറപ്പാക്കുന്നില്ല. നിങ്ങളൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണല്ലോ അല്ലേ? ഏതെങ്കിലും രീതിയിൽ യാത്രക്കാർക്കൊരു ആശങ്കയുണ്ടോ? മദ്യപരൊക്കെ കയറാറുണ്ടോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരൊക്കെ? അത്യാവശ്യം അത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇന്നലെ കൂടി ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു യാത്ര കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇന്നലെ രാത്രി ട്രെയിനിലാണെന്നുണ്ടെങ്കിലും സ്ലീപ്പർ കോച്ചിലായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ചെക്കിംഗ് ഉള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഒരു കാസർഗോഡ് കോഴിക്കോട് എത്തുന്നവരേക്ക് TT ഉണ്ടായിരുന്നില്ല. പലരും അത് കൂടെ പോകുന്നുണ്ട്. അവർക്ക് പോലീസ് ഉണ്ടാവാറുണ്ടോ? റെയിൽവേ പോലീസ് വന്നിങ്ങനെ പരിശോധന കണ്ടിട്ടില്ല, ഇന്നലെ സത്യത്തിൽ കണ്ടിട്ടില്ല. അതിൽ കൂടെ പോയിട്ടുള്ള പലർക്കും ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള പോലും സംശയമാണ്. പലരും മദ്യപിച്ചിട്ടുമുണ്ട്. മദ്യപിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ലഹരിയാണോ ഇല്ല, പക്ഷെ പോകുന്നുണ്ട്. അതുപോലെ പോലീസ് പരിശോധന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു? ഇല്ല, പോലീസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൗമ്യയുടെ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ, സൗമ്യ കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർന്നൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ, പെൺകുട്ടികൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ സുരക്ഷ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, പേടി തന്നെയാണ്. ഓരോ നോട്ടങ്ങളായാലും ഇപ്പം പറഞ്ഞു കള്ളു കുടിച്ചിട്ടൊക്കെ ആയാലും നോക്കിയൊക്കെ ചെയ്യുമ്പം ഇപ്പം ഈ ഒരു വാർത്തയും കൂടെ കേട്ടപ്പോൾ തന്നെ നല്ല പേടിയാണ് തന്നെ യാത്ര ചെയ്യാൻ. അതെ, നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് തന്നെ പേടിയാണ് നമുക്ക് കയറാൻ തന്നെ. നമ്മൾ ടച്ച് ചെയ്യാൻ വരും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നോട്ടത്തിലൊക്കെ ആയാലും അവർ കുടിച്ചിട്ടൊക്കെ ആയാലും അവർ വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് നമ്മളോട്. ഒരു ആശങ്ക ഉണ്ടാകാറുണ്ട് യാത്രയിൽ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പലപ്പോഴും കുടിച്ചിട്ട് പല ആൾക്കാരും ട്രെയിനിൽ സഞ്ചരിക്കുന്നതൊക്കെ കാണാറുണ്ട്. ഞാൻ അധികം ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരാളല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഏതായാലും ഡോക്ടർ അരുൺ, ഇവർ പെൺകുട്ടികളുടെ പ്രതികരണം കേട്ടുവല്ലോ. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ പോലും സുരക്ഷാ ഭീഷണിയുണ്ട്, അവർക്ക് സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഡോക്ടർ അരുൺ നോക്കുക, ഇവിടെ പേരിന് 2 കവാടങ്ങൾ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് കയറിപ്പോവാൻ 2. ഒരാൾ പോലും ഇതുവഴി കടന്നു പോകുന്നില്ല. അത് സെക്യൂരിറ്റി സംവിധാനം വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരാൾ പോലും ഇതുവഴി കടന്നു പോകുന്നില്ല. യാത്രക്കാരൊക്കെ സുഖമായി സൈഡിൽ കൂടെ കടന്നു പോവുകയാണ്, ഇങ്ങോട്ട് നടന്നു കയറുകയാണ്. ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടമാണ്. ഇവിടെ എവിടെയാണ് സുരക്ഷാ സംവിധാനം? എവിടെയാണ് മോണിറ്ററിംഗ് സംവിധാനം? എവിടെയാണ് റെയിൽവേ പോലീസ് നിൽക്കുന്നത്? ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആർക്ക് വേണമെങ്കിലും മദ്യപിച്ചോ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ ഏതവസ്ഥയിലും കയറി വരാം. ഞാൻ ഈ കയറി വന്ന സമയം വരെ ഒരാളും എന്നെ തടഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ഒരാൾ പോലുടെയും സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എളുപ്പത്തിൽ കയറാവുന്ന ഒരവസ്ഥയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിലുമുള്ളത്. നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത പോലെ ഒരു TTക്ക് നേരെയാണ് മദ്യപന്റെ ആക്രമണം.